കൊച്ചിയിൽ നിന്നും ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോഴും ED ഉദ്യോഗസ്ഥർ ലാലി വിൻസെന്റിന്റെ വസതിക്കുള്ളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണോ? മോത്തി, ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിനുള്ളിൽ തന്നെയാണുള്ളത്. ഇതിനിടയിൽ അല്പം മുമ്പ് ഒരു ഉദ്യോഗസ്ഥൻ പുറത്തെത്തി വാതിൽ തുറന്ന് വീണ്ടും അകത്തേക്ക് തന്നെ കയറിപ്പോയി. ഈ പരിശോധന ഏതാണ്ട് 1 മണിക്കൂറിലധികമായി ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ രേഖകൾ പരിശോധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ലീഗൽ അഡ്വൈസ് നൽകി എന്നതാണ് ലാലി വിൻസെന്റ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ലീഗൽ അഡ്വൈസ് എന്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അവർ പല കരാർ രേഖകളും അനന്തകൃഷ്ണന് വേണ്ടി തയ്യാറാക്കി നൽകി. ഇതിനെല്ലാമുള്ള ഫീസാണ് താൻ വാങ്ങിയത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലാലി വിൻസെന്റിനോട് ആവശ്യപ്പെടും. ഇപ്പോൾ നടത്തുന്നത് ഒരു റെയ്ഡാണ്. ആ റെയ്ഡിലൂടെ കിട്ടുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ലാലി വിൻസെന്റിനെ വീണ്ടും വിശദമായി തന്നെ ED ചോദ്യം ചെയ്യുകയും ചെയ്യും. ഈ പരിശോധനയിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടുതലായി എന്തെങ്കിലും രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. ഏതാണ്ട് 500 കോടിയിലധികം രൂപയാണ് അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി 2022 ശേഷം കടന്നുപോയിരിക്കുന്നത്. നിരവധി സ്ത്രീകൾ സ്കൂട്ടറിനും ലാപ്ടോപ്പിനും തയ്യൽ മെഷീനും വേണ്ടിയാണ് ഈ പണം മൊത്തം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങൾ പാതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് മറ്റൊരു തട്ടിപ്പും ഇതിന്റെ ഭാഗമായി തന്നെ നടന്നിരുന്നു. ഈ തട്ടിപ്പുകളൊക്കെ ഈ അനന്തകൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും അറിവുണ്ടായിരുന്ന കാര്യമാണോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമപരമായ കാര്യങ്ങൾ ഒരു ബിസിനസ്സിൽ നടത്തുന്നതിനാണ് ലീഗൽ അഡ്വൈസ് യഥാർത്ഥത്തിൽ നൽകേണ്ടത്. അപ്പോൾ അതിന് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ലാലി വിൻസെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ലാലി അഭിഭാഷകയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ എന്ന നിലയിലും അഭിഭാഷക എന്ന നിലയിലും മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് ഹാജരാകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഒരു നിയമോപദേശത്തിനപ്പുറത്തേക്ക് അവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ടോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർ ED ഉദ്യോഗസ്ഥർ അടക്കം ഈ ഫ്ളാറ്റിൽ നിന്ന് ചിലർ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ പരിശോധന ഇപ്പോഴും വളരെ വിശദമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ പരിശോധനയിലൂടെ എന്തൊക്കെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അന്വേഷിക്കുന്നത് കള്ളപ്പണ ഇടപാടാണ്. ആ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ പരിശോധനയിലൂടെ ശേഖരിക്കാൻ കഴിയുമോ എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമാകുക. കാരണം ഈ കേസിൽ വളരെ അപ്രതീക്ഷിതമായ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഇത്തരത്തിലൊരു പരിശോധന ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ കേസെടുത്ത് പ്രാഥമികമായി ഈ സീഡ് സൊസൈറ്റി ഭാരവാഹികളായ സ്ത്രീകളിൽ നിന്ന് മൊഴിയെടുത്തു. ആ മൊഴിയെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന വ്യാപകമായ ഒരു പരിശോധനയ്ക്ക് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നു. അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ കേരളത്തിലെ 12 ഇടങ്ങളിൽ അവർ പരിശോധന നടത്തുന്നു. അത് ഇടുക്കി, തിരുവനന്തപുരം, കൊച്ചി അങ്ങനെ വിവിധ ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ED കൃത്യമായ ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. ആ മുന്നൊരുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള പരിശോധനകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിർണായകമാകുക ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അവർക്ക് ശേഖരിക്കാൻ കഴിയുമോ എന്നതിലാണ്. കാരണം സംസ്ഥാനത്തെ സമീപകാലത്ത് ഏറ്റവും അധികം സ്ത്രീകൾ വഞ്ചിതരായിട്ടുള്ള ഒരു കേസാണിത്. സാധാരണക്കാരായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരിൽ നിന്നെല്ലാം വലിയ തുക കളക്ട് ചെയ്തെടുത്ത് ആ കളക്ട് ചെയ്തെടുത്ത പണം മറ്റെന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് പ്രധാനം. അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധിക്കുന്നതും അന്വേഷിക്കുന്നതും.